നമസ്കാരം. ആദ്യമായി വയനാട് ദുരന്തമുണ്ടായ അതിൽ ദുഃഖം പ്രകടിപ്പിച്ചുകൊണ്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒരു കഷ്ടമായിപ്പോയി കേരളത്തിലുണ്ടായ ദുഃഖം. ഓണാഘോഷമൊന്നും നമുക്ക് ഞങ്ങൾ ഒരു നല്ല രീതിയിൽ ഓണാഘോഷമൊക്കെ നടത്തണമെന്ന് വിചാരിച്ചാണ് വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പരിപാടികളുടെ പ്രോഗ്രാമുകളെല്ലാം ഞങ്ങൾ നിർത്തി വെച്ചിരിക്കുക. പിന്നെ ഒരു വീഡിയോ ഞങ്ങളെടുത്ത് അത് ഓണസമ്മാനമായിട്ട് ഞങ്ങൾ അയക്കും. അത് വീഡിയോ എന്തെന്ന് ചോദിച്ചാൽ, ആ വീഡിയോ വടിവുകളെക്കുറിച്ചാണുള്ളത്. വടിവുകളെക്കുറിച്ച് പുസ്തകങ്ങളിൽ 8 വടിവിനെ കുറിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 8 വടിവ് എന്ന് പറഞ്ഞാൽ ഗജവടിവ്, സിംഹവടിവ്, അശ്വവടിവ്, നാഗവടിവ്, ഗരുഡവടിവ്, മാർജാരവടിവ്, കുക്കടവടിവ്, മൂഷിവടിവ്, ഇങ്ങനെയാണ് 8 വടിവ്. പക്ഷേ സാക്ഷാൽ 8 വടിവല്ല, വടിവ് വേറെ ഉണ്ട്. ആദ്യത്തെ 1ാമത്തെ വടിവാണ് ആസന വടിവെന്ന് പറയുന്നത്. ആസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടമാണ്. അത് അഭ്യസിച്ചിട്ടുള്ളത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നതായ ശ്രീ മാർത്താണ്ഡവർമ്മ മഹാരാജാവാണ് ഈ വിദ്യ അഭ്യസിച്ചത്. അങ്ങേര് നാട് നീങ്ങിപ്പോയിട്ട് വളരെയേറെ വർഷങ്ങൾ കഴിഞ്ഞ് നാട് നീങ്ങിയിട്ട് ആ തലമുറകൾക്ക് ശേഷം ആ വിദ്യ നഷ്ടപ്പെട്ടു പോയി. ഈ വിദ്യ മറ്റാർക്കും കാണിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഒരു വിദ്യ ഉണ്ടായിരുന്നതായിട്ട് ആരും അറിയില്ല. മഹാരാജാവ് വേറെയും അഭ്യസിച്ചിട്ടുള്ള വിദ്യ നിദ്രവടിവ്. നിദ്രവടിവെന്ന് പറഞ്ഞാൽ നിദ്ര ഉറങ്ങാൻ കിടക്കുമ്പോൾ മഹാരാജാവ് പള്ളിമഞ്ചത്തിൽ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് പപ്പുതമ്പി, രാമൻതമ്പി, വേലിത്തമ്പി തമ്പിമാരിട്ടും കൂടെ ചേർന്ന് അവരെ കൊല്ലാൻ ശ്രമിച്ചത്. അപ്പോഴും മഹാരാജാവ് ആ ഭാഗ്യത്തിൽ ഇവർ വെട്ട് പള്ളിമഞ്ചത്തിൽ കൊണ്ടു. മഹാരാജ ഉടനെ തന്നെ ഇവരെ കാലുകൊണ്ട് അടിച്ച് വീഴ്ത്തിയിട്ട് എല്ലാവരെയും കൊന്നു. അങ്ങനെ മഹാരാജാവ് ജീവൻ രക്ഷിച്ചു. അത് നിദ്രവടിവെന്നാണ് പറയുന്നത്. അത് മഹാരാജാവ് പരിശീലിച്ചിട്ടാണ്. പക്ഷേ എന്നെ പഠിപ്പിച്ച ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് അത് പഠിക്കാൻ സാധിച്ചില്ല. ഗുരുനാഥനെ മുമ്പ് മരിച്ചു. ഈ രാജകൊട്ടാരത്തിൽ രാജാക്കന്മാർ മാത്രമാണ് ഈ വിദ്യ അഭ്യസിച്ചിട്ടുള്ളത്. തിരുവിതാംകൂർ മഹാരാജാവിനെ മാർത്താണ്ഡവർമ്മ പരിശീലിച്ച വിദ്യ അഗസ്ത്യർ മഹർഷി ശിഷ്യന്മാർക്ക് പകർന്നു നൽകിയതാണ്. മറ്റാർക്കും ഈ വിദ്യ പഠിപ്പിക്കാൻ ഒക്കില്ല. രാജാവിൻ്റെ ഭരണശേഷം പിന്നെ പഠിപ്പിക്കുന്ന വിദ്വാൻമാർ മക്കൾക്ക് ആർക്കെങ്കിലും രഹസ്യമായി പറഞ്ഞു കൊടുത്താൽ മാത്രമേ അത് തലമുറയിൽ സൂക്ഷിച്ച് വെച്ചേക്കുവാണ്. മറ്റാരും പുറത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തല ശിരസ് കൊയ്ത് കളയും. അതുകൊണ്ട് ആരും ഈ വിദ്യ പഠിപ്പിക്കില്ല. ഇതാണ് ആസന വടിവ്. ഇത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ ഇവിടെ ഇരിക്കുന്ന കേരള മുഖ്യമന്ത്രിയോ ലോകരാഷ്ട്രങ്ങളിലെല്ലാം ഐക്യരാഷ്ട്രസഭയുടെ അണ്ടർ സെക്രട്ടറി ആയിരുന്ന അവിടുത്തെ MP ആയിട്ട് ഇപ്പോഴും ജയിച്ചു പോയിരിക്കുന്ന തരൂരോ ഇവരാരും കണ്ടിട്ടുള്ള വിദ്യ അല്ല ഈ വടിവ്. ഇതൊക്കെ നശിച്ച് പോവുകയാണ്. 2047 ആകുമ്പോൾ 47 ആകുമ്പം ഒരു വലിയ ഇന്ത്യ ആക്കുമെന്നാണ് നരേന്ദ്രമോദി പറയുന്നത്. അപ്പോഴേ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അപ്പോഴൊന്നും ഈ കലകൾ കാണില്ല. തിരുവിതാംകൂർ രാജവംശം നിലനിന്നിരുന്ന കാലം തലശ്ശേരിയിൽ സർക്കസിൻ്റെ കൂടാരം ഉണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങളുടെ ബാല്യകാലത്ത് ഒരാഴ്ചയിൽ 2 ഭാഗത്തെങ്കിലും ദിവസമെങ്കിലും ഞങ്ങൾ കുസ്തി കാണും. ഈ കുസ്തിയൊക്കെ പിടിക്കുന്നതും വന്ന് ഹരിജനങ്ങളാണ്. സർക്കാർ ഹരിജനം എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ ബാല്യകാലത്തെല്ലാം ഈ കല കാണുക. അപ്പോഴേ ഹരിജനങ്ങൾ മാത്രമല്ല ഈ കല അഭ്യസിച്ചിട്ടുള്ളത്. ഈ കല അഭ്യസിച്ചിട്ടുള്ളത് നായർ സമുദായം, ഈഴവ സമുദായം, മുസ്ലിം സമുദായം. നല്ല കുസ്തിക്കാരന്മാർ ഫയൽമാന്മാർ മുസ്ലിമുകളുണ്ട്. അത് കാട്ടാ കുസ്തി, മഞ്ചാ കുസ്തി എന്നൊക്കെ പറഞ്ഞ് വന്ന് പിടിക്കും. അത് കാണാനും ഒരു രസമാണ്. ഇന്ന് അതല്ല മൺമറിഞ്ഞ് വടക്കേ ഇന്ത്യയിൽ അല്പമുള്ളത് കണ്ടാൽ നിലനിൽക്കുന്നത്. പിന്നെ സർക്കസ് ഇവിടെ തലശ്ശേരിയിൽ അതിൻ്റെ കൂടാരമെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ആദ്യമായി തിരഞ്ഞെടുപ്പ് ഉണ്ടായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി 3-2 ഭൂരിപക്ഷം കഴിഞ്ഞ് 3 സീറ്റ് അധികരിച്ച് വരുന്നത് കേരളത്തിലാണ്. അപ്പോൾ ഹരിജനങ്ങളൊക്കെ എന്ന് പറയുമ്പോഴും ആദിവാസികളും വളരെ കഷ്ടപ്പെട്ട് കിടന്നവരാണ്. ഈ കലകളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു മുൻഗണനയില്ല. അവർ പിന്നെ അടിമത്തം പോലെ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ പുതിയ സർക്കാർ വരുമ്പോൾ വളരെയേറെ ആനുകൂല്യങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞവരെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വോട്ടടിച്ചു. അല്ല, പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും ഒന്നുമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് ആദ്യം കേരളത്തിലാണ് വന്നത്. ഇത് ഇവർക്ക് വോട്ട് കൊടുത്ത് EMS 3-2 ഭൂരിപക്ഷവും 3 സീറ്റ് അധികരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ. അത് കഴിഞ്ഞ് ഈ കലകൾ അല്പസ്വല്പം കുറയാൻ തുടങ്ങി. അടുത്ത് ഈ സർക്കസ് കൂടാരത്തിൽ ആന സ്റ്റൂളിൽ കയറിയിരിക്കുന്നത്, കരടി സൈക്കിളി ചവിട്ടുന്നത്, ഊഞ്ഞാലാടുന്നത്, 10-20 അടി പൊക്കത്തിൻ്റെ പേരെ കൂടെ പടം വലിച്ചു കെട്ടി അതിൻ്റെ പേരെ കൂടെ 10-12 വയസ്സായ കുണക്കുട്ടികൾ നൃത്തം ചെയ്യുന്നത്, അതിൽ കൂടെ സൈക്കിൾ ഓട്ടിക്കുന്നത്, അതിൽ കൂടെ ഡൈവ് ചെയ്യുന്നതും എല്ലാ വിദ്യകളും ഉണ്ടായിരുന്നു. ഇതൊക്കെ സർക്കസിലുള്ളതാണ്.
ഇതെല്ലാം ഹരിജനങ്ങളുടെ ആദിവാസികളാണ്. അപ്പോൾ ഇന്ത്യയിൽ 72% ദുർബല വിഭാഗങ്ങളെല്ലാം അവരാണ്. അവരുടേതാണ് ഈ കല. ഇന്ന് ഈ കല നശിച്ച് ഇന്ന് ഇപ്പോഴത്തെ കലയെന്ന് പറഞ്ഞാൽ ഒരു പന്ത് തട്ടി 2 കാലുകൊണ്ട് ഒരു പന്ത് തട്ടി ഒരു നെറ്റിനകത്തിടുന്നു. അതാണ് ഇപ്പോഴത്തെ കല സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഈ ഞങ്ങളെപ്പോലെയുള്ള കലാകാരന്മാരെ പിന്നെ സർക്കാരിനോ ഇവർക്ക് ആർക്കും ആവശ്യമില്ല. ഒരു ആദരിക്കല കാര്യങ്ങളൊന്നും ഇല്ല. അവൻ യാതൊരു പാത്രത്തിൽ ജനിച്ചവനായാലും ശരിയാണ്. പിന്നെ അവരെ പിന്താങ്ങി നിൽക്കുന്നവരാണെങ്കിൽ ഒരു തട്ടിക്കൂട്ട് 6 മാസത്തെ 3 മാസത്തെ കോഴ്സ് 2 മാസത്തെ പരിശീലനമൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കുന്നിടത്ത് അവരെയൊക്കെയാണ് ഇവർ പ്രാതിനിധ്യം കൊടുക്കുന്നത്. ഇത് മനുഷ്യ ഉൽപ്പത്തിയോളം പഴക്കമുള്ളതാണ്. ഇതിൻ്റെ ഗുരുനാഥൻ അഗസ്ത്യ മഹർഷിയാണ്. ചിലർ പറയാറുണ്ട് പിന്നെ പരശുരാമനാണ് ഈ കലയുടെ. പക്ഷേ അത് അറിഞ്ഞുകൂടാത്ത കണ്ടാണ്. കൃതായുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം 4ാമത്തെ യുഗമാണ്. കലിയുഗത്തിലാണ് യമദഗ്നൻ്റെയും യാണികയുടെയും പുത്രനായിട്ട് പരശുരാമൻ ജനിക്കുന്നത്. പരശുരാമൻ ദ്വാരകായുഗത്തിൽ ജനിച്ചു. കർണനെയൊക്കെ പഠിപ്പിച്ചതായിട്ട് പറയുന്നത് സ്വന്തം ബ്രാഹ്മണർക്ക് വേണ്ടി മാത്രമല്ലാതെ മറ്റാരെയും പിന്നെ കണ്ടുകൂടാത്തവരും ആർക്കെയും പഠിപ്പിക്കാത്ത ആളായിരുന്നു പരശുരാമൻ. അഗസ്ത്യർ എന്തെല്ലാം വിദ്യകളാണ് പഠിച്ചിട്ടുള്ളത്, ജാതി നോക്കാനാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങേരും മോശക്കാരനെന്നല്ല പരശുരാമനും വിദ്യ പഠിച്ചിട്ടുണ്ട്, വിദ്വാനാണ്. അത് ദ്വാപരയുഗത്തിലാണ് കർണനെയൊക്കെ പഠിപ്പിച്ചതായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങോട്ട് നീങ്ങുക. അപ്പോൾ ഇതിൻ്റെ സാക്ഷാൽ ഗുരുനാഥൻ അഗസ്ത്യരാണ്. ഇത് തിരുവിതാംകൂറാണ് ഇതിൻ്റെ ആസ്ഥാനം. തിരുവിതാംകൂറിലാണ് ഈ കലകൾ എല്ലാം ഒരു ശിരോകേന്ദ്രമായിരുന്നു. പക്ഷേ ഇതെല്ലാം 2047 ആകുമ്പോൾ ശാസ്ത്രീകരണം ഉണ്ടാകുമെന്നൊക്കെ പ്രധാനമന്ത്രി പറയുന്നു. ഇത് പൂ ഏതാണ് കായ ഏതാണ് എന്തെന്ന് അറിഞ്ഞുകൂടാത്ത പ്രഖ്യാപനങ്ങളാണ് നടത്തുന്നത്. ഇതാ നേരത്തെ ഒരു അലക്കുകാരൻ്റെ കുടുംബത്തിൽ നിന്ന് ജനിച്ച ആളാണ് രാഷ്ട്രപതിയായിരുന്നു. ഇപ്പോൾ ആദിവാസി കുടുംബത്തിൽ പെട്ട ആളാണ് രാഷ്ട്രപതിയാകുന്നത്. ഈ രാഷ്ട്രീയ സ്വാധീനങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് മാത്രമാണ് അവിടെ വന്നത്. ഇപ്പം നമ്മളെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി OBC-യാണ് എന്ന് പറയുന്നു. പക്ഷേ ഇതൊക്കെ സാഹചര്യങ്ങളിൽ വന്നാൽ അല്ലെങ്കിൽ അവിടെ ഒന്നും പോകില്ല. ഈ കലകൾക്ക് ഇവർക്കാർക്കും ഒരു സ്നേഹമില്ല. ഇവർക്കാർക്കും ഇതിനെക്കുറിച്ച് ഒരേതില്ല. ഇവർ വരുന്നത് എന്താണ് പറയണമെന്ന് അറിയില്ല. ഇപ്പോഴും ഇത് യോഗ എന്ന് പറയുന്നത് ഞങ്ങളുടെ കളരിയിൽ ആദ്യം പറയുന്ന ഞങ്ങളുടെ തറവാട്ടമ്മ എന്ന് പറയുന്ന വിദ്യ ശരീരം കൊണ്ട് ചെയ്യുന്ന വ്യായാമമാണ്. അതിനെ അഗസ്ത്യർ പറയുന്നത് ഈ ശരീര വ്യായാമത്തിന് മെയ് പയറ്റെന്നും പറയും. മെയ് കൊണ്ട് ചെയ്യുന്ന പയറ്റാണെന്നും അഗസ്ത്യർ പറയുന്നു. പിന്നെ അഗസ്ത്യർ ഇതിനെ പറയുന്നത് മറ്റൊരു കാരണം പറയുന്നത് കളരി വ്യായാമം, കളരിയിൽ ചെയ്യുന്ന വ്യായാമമാണ്. ഇത് കുസ്തി പഠിക്കുന്നവൻ, സർക്കസ് പഠിക്കുന്നവൻ, പിന്നെ കളരിപ്പയറ്റ് പഠിക്കുന്നവൻ എല്ലാം ഈ വിദ്യകളെ അഭ്യസിച്ചു. ഈ വിദ്യ എനിക്ക് ആംഗ്ല ഭാഷ സംസ്കൃത വാക്കിലാണ് യോഗ എന്ന് പറയുന്നത്. പക്ഷേ ആംഗ്ല ഭാഷ ഇംഗ്ലീഷും കൂടെ ചേർത്ത് തട്ടിക്കൂട്ടി വേറെ പേരുകളിലും കൊടുത്ത് ലോകരാഷ്ട്രങ്ങളിലൊക്കെ കൊണ്ടുവരെ ഇറക്കിയിട്ടുണ്ട്. ഇന്നത്തെ സ്വന്തം ഈ തറവാട്ടിൽ ജനിച്ചു വളർന്ന കലയെ ആദരിക്കാൻ ഇവിടെ ഉള്ള ഒരു ഭരണവർഗത്തിനും ഇടതിനോ വലതിനോ ഒരു മുന്നണിക്ക് പോലും ആദരവില്ല ഈ വിദ്യയോട്. കാരണം ഈ വിദ്യ 95% പാവപ്പെട്ടവരാണ് ഈ വിദ്യ അഭ്യസിക്കുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. അവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്ത് അല്ല കുടുംബങ്ങളായവരാണ്. ഞാൻ മദ്യപാനങ്ങളോ മറ്റു ദുർസ്വഭാവങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം മരിച്ചാൽ കുഴിച്ചിടാൻ ഒരു വര വരയ്ക്കുന്ന സ്ഥലം സമ്പാദിക്കാൻ സാധിക്കാത്തതാണ്. 3 പെൺമക്കളാണ്. അവരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തു. പക്ഷേ ഞാൻ ദുഃഖം കൊണ്ട് പറയുകയാണ്, ഇവരെ ആദിവാസികളെ കുറിച്ചും ഹരിജനെക്കുറിച്ചും എല്ലാം ഭരണാധികാരികൾ പറയുന്നു. പക്ഷേ ഇവർ ഹരിജൻ എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയുടെ ദളിതനായ ഒരാൾ മനാസ് എന്ന് പറഞ്ഞൊരു ഫൈൽമാൻ ഉണ്ടായിരുന്നു. അങ്ങനെ പാദം തൊട്ട് തൊഴുത് എന്തെങ്കിലും അല്പവിദ്യ പഠിച്ചതിൻ്റെ സങ്കടം കൊണ്ടാണ് ഞാൻ ഈ ആദിവാസികളുടെ അവരെയും കാര്യങ്ങൾ പറയാൻ കാരണം. 72% ഇന്ത്യക്കകത്ത് പിന്നോക്ക സമുദായങ്ങളാണ്. ദളിതൻ്റെ ഹരിജൻ ഇങ്ങനെയുള്ളവരൊക്കെ ഇവിടെ മറ്റു OBC-യെ കുറിച്ച് അറിയാം. ഇവരിൽ ഈ കല പ്രാതിനിധ്യം നല്ലതായിട്ട് കൊള്ളുന്ന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ സർക്കസ്, കുസ്തി, പിന്നെ ഇത് കളരിപ്പയറ്റ് പല വിദ്യകളും കാണിക്കാൻ വളരെയേറെ തൊഴിലവസരങ്ങളുള്ളതാണ്. ഈ തൊഴിൽ ഒരു 5 കോടി ജനത്തിനെങ്കിലും സ്വയം തൊഴിലുണ്ടാകുമായിരുന്നു. ആ തൊഴിൽ കൊണ്ട് അവരുടെ ഉപജീവനവും നടക്കുമായിരുന്നു. ഇത് വന്ന സർക്കാരന്മാർ ഇതിലൊന്നിനും ഒരു പരിഗണനയില്ല. ഇതെല്ലാം നശിപ്പിച്ചത് പാണ്ഡവരുടെ അമ്മയായ കുന്തി പഠിപ്പിച്ച വിദ്യയാണ് കമ്പടവ് കളി. അത് 8 പേരും വട്ടമായി, അതായത് 5 മക്കളും അമ്മയും പാഞ്ചാലിയുടെ തോഴിയും അവർ 8 പേരും കൂടെ നിന്ന് അവർ പരിശീലിച്ച വിദ്യയാണ് കമ്പടവ് കളി. അതിനെ കമ്പിട് കളിയെന്നും പറയും. ആ കലയെല്ലാം നശിച്ചു തീർന്നു. അതിനെ പിൽക്കാലത്ത് തിരുവാതിരയാക്കി. ഇപ്പോൾ തിരുവാതിര എന്ന് പേര് മാറ്റി, പല പേരുകളിലും പേര് മാറ്റി. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല. ഇപ്പോഴും വന്നു കെട്ടിക്കളി മാത്രമാണ് വന്നിരിക്കുന്നത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.